മഹാനായ ലുക്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല സ്വഭാവമുള്ളവരാണ്, പല രീതിയിൽ നടക്കുന്നവരാണ്. അതുകൊണ്ട് നീ നിന്റെ നാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ആവശ്യമില്ലാത്തത് പറയരുത്, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത്, ഒരാളുടെ ജീവിതവും തകർക്കരുത്, ഒരാളെയും നീ കണ്ണുനീര് കുടിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് വാപ്പമാരോട്, വാപ്പാ തമാശയ്ക്ക് നീ കൂട്ടുകാരുടെ മുന്നിലിരുന്നു കൊണ്ട് പറയുന്ന ഒരു കാര്യമാകാ, അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നതൊരു പെണ്ണിന്റെ ജീവിതമാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജീവിതമാണ് നീ കടത്തിണ്ണയിലിരുന്ന് പറഞ്ഞ ഒരു വാക്ക് കൊണ്ട് നഷ്ടപ്പെടുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഏതെങ്കിലും സൗന്ദര്യമുള്ള ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവസാനം അവൾ നിന്നെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ, ഫോൺ നമ്പർ തരാതെ വന്നപ്പോ, മെസ്സേജ് എഴുതാതെ വന്നപ്പോ, നീ വിചരിക്കാൻ ചോദിച്ചപ്പോ സമ്മതിക്കാത്തതിന്റെ പേരില് അവളെ കുറിച്ച് മോശമായി പറയുന്ന ചെറുപ്പക്കാരാ, മോനെ നിനക്കും ഒരു ഭാര്യയുണ്ടടാ, നിനക്കും പെൺമക്കളുണ്ടടാ, നിനക്കും പെങ്ങന്മാരുണ്ടടാ. അതുപോലെ അതിന്റെ വേദന എന്താണെന്ന് നിനക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആവശ്യമില്ലാത്തത് പറയില്ലേ, ആവശ്യമില്ലാത്തത് ഷെയർ ചെയ്യില്ലേ. ആരെങ്കിലും ആവശ്യമില്ലാത്തത് നിന്റെ ചാരത്ത് വന്ന് പറഞ്ഞാ കേൾക്കാൻ നിൽക്കല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഉസ്താദ് ഞാനൊന്നും പറഞ്ഞില്ല, കേട്ടതല്ലേ ഉള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. റസൂലുള്ളാഹി പറയുകയാ, പറഞ്ഞവനും കേട്ടവനും പാപത്തിൽ തുല്യരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ